നമസ്കാരം. അൻവർ പൊന്നപ്പനല്ല, തങ്കപ്പൻ. തങ്കം പോലത്തെ നേതാവിനെ വേണമെങ്കിൽ നല്ല കാശ് ചിലവാക്കി അൻവറിനെ നിങ്ങൾ ഗോതയിലിറക്കണം. വോട്ട് ചോദിക്കലൊക്കെ പിന്നെ. ആദ്യം പണത്തിനുള്ള പിരിവിന് അൻവർ നിലമ്പൂരിൽ നടത്താൻ പോവുകയാണ്. വോട്ട് തന്നില്ലെങ്കിലും സാരമില്ല, അൻവർ സഹിക്കും. പക്ഷേ പണം അത് നിർബന്ധമാണ്. ഭിക്ഷ എടുത്തിട്ടാണെങ്കിലും സാരമില്ല, നിലമ്പൂരിൽ മത്സരിച്ച് തോറ്റാലേ പറ്റൂ എന്ന് പറഞ്ഞ് അൻവർ മുന്നിട്ടിറങ്ങുമ്പോൾ, തോൽക്കാനാണെങ്കിൽ പിന്നെ എന്തിനെൻ്റെ കീശയിലെ കാശ് കളയുന്നു? നിങ്ങൾ എന്നെ പിരിവെടുത്ത് മത്സരിപ്പിക്കണം. മത്സരിച്ച് തോൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന നിലപാടിലാണ് അൻവറിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ജനങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം തേടി സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ രംഗത്ത് വന്നിരിക്കുകയാണ്. പിണറായിസത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ അധികാരവും ഭരണ തണലിനുമപ്പുറം വിയർപ്പൊഴുക്കി സമ്പാദിച്ചതുകൂടി തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് അൻവർ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. താൻ ശബ്ദിച്ചത് മുഴുവൻ ആ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് എന്നും അവർ പുറത്തു പറയാൻ ഭയപ്പെട്ട കാര്യങ്ങളാണ് താൻ പറഞ്ഞത് എന്നും അൻവർ പറഞ്ഞു. ഇനി അവരുടെ പിന്തുണയിലും കരുത്തിലും മാത്രമാണ് തനിക്ക് ഈ പോരാട്ടം തുടരാൻ കഴിയുക എന്നും അതിനാൽ സംഭാവന നൽകുന്ന ഓരോ രൂപയും തനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് കാണുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പരിമിതികളെക്കുറിച്ചും മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നും എത്ര കോടി രൂപയുടെ സ്വത്ത് തനിക്കുണ്ട്, പക്ഷേ 1 സെന്റ് ഭൂമി പോലും വിൽക്കാൻ കഴിയാതെ അതെല്ലാം മിച്ചഭൂമി എന്ന് പറഞ്ഞ് കേസിട്ടത് കൊണ്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ എന്നുമാണ് അൻവർ പറയുന്നത്. ഒരിക്കലും ഒരു തിരഞ്ഞെടുപ്പിനുള്ള മുൻകരുതലോ തയ്യാറെടുപ്പുകളോ തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് താൻ പറഞ്ഞിട്ടുണ്ട് എന്നും സ്വാഭാവികമായും ഇതിനോടൊപ്പം ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് സഹായിക്കാമെന്ന് ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുമാണ് അൻവറിൻ്റെ പുതിയ വാദം. നിങ്ങൾക്കൊക്കെ കഴിയുന്ന വിധത്തിൽ നിലമ്പൂരിലെ വോട്ടർമാർ ഒരു 10 രൂപ മാനസിക ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ വെറും 10 രൂപ അല്ലെങ്കിൽ 1 രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം. അത് പണത്തിന് വേണ്ടിയല്ല, ഒരു സമാധാനത്തിന് വേണ്ടിയാണ് എന്നാണ് അൻവറിൻ്റെ പുതിയ നാടകത്തിലെ ജനങ്ങളോടുള്ള ഡയലോഗ്. ജനങ്ങൾ അയക്കുന്ന ഓരോ കണക്കും കണക്കായി കിടക്കുമെന്നും ഈ ലോകത്ത് മറ്റൊരാളും സഹായിക്കുന്നത് ആരാണ് എന്നറിയില്ല എന്നും പണം അയക്കാൻ തയ്യാറായി വരുന്നവർക്ക് അൻവർ ഉറപ്പും കൊടുക്കുന്നുണ്ട്. 10 രൂപ അയച്ചാൽ മറ്റുള്ളവർ അയക്കുമോ എന്ന ഭയം കൊണ്ട് പൈസ അയക്കാതിരിക്കേണ്ട എന്നും കൃത്യമായി അതിൻ്റെ സെക്യൂരിറ്റി അൻവർ സൂക്ഷിക്കുന്നതായിരിക്കും എന്നുമൊക്കെയാണ് പുതിയ ജൽപ്പനങ്ങൾ. ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്ന അൻവർ തന്നെ ഒറ്റപ്പെടുത്തരുത് എന്നും മറ്റുള്ളവർ മത്സരിക്കുന്നത് MLA ആകാനാണെന്നും എന്നാൽ താൻ അങ്ങനെ അല്ല എന്നും പറയുന്നുണ്ട്. നാളെ TP ചന്ദ്രശേഖരന്റെ അവസ്ഥയിലേക്ക് അൻവറിന്റെ ജീവൻ മാഷാ അള്ളാ എന്നെഴുതിയ വാഹനത്തിന്റെ പിന്നിൽ വെട്ടിക്കൊലപ്പെടുത്തിയേക്കാമെന്ന ഭയം പങ്കുവയ്ക്കുന്ന അൻവർ ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അയാളെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും തലയിലേക്കും വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സെന്റിമെന്റ്സ് വർക്കൗട്ടായി 10 വോട്ട് കൂടുതൽ കിട്ടിയാൽ അൻവറിനെന്താ പുളിക്കുമോ? അതും നടക്കട്ടെ.